For latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. RSS അനുകൂല പ്രസ്താവനയുമായി മുൻ പോലീസ് മേധാവി TP സെൻകുമാർ വീണ്ടും രംഗത്ത്. RSS ഇന്ത്യക്കകത്തുള്ള സംഘടനയാണെന്നും സെൻകുമാർ പറഞ്ഞു. ഓരോ മതത്തിലെയും തീവ്രവാദം അതത് മതത്തിലുള്ളവർ തന്നെ നിയന്ത്രിക്കണം. ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. പ്രണയിക്കുന്നത് ഒരാളെ, വിവാഹം കഴിക്കുന്നത് മറ്റൊരാളെ എന്ന സാഹചര്യമുണ്ട്. അഫ്ഗാനിൽ പോയി പെൺകുട്ടി പ്രണയിച്ചത് ഒരാളെയും കല്യാണം കഴിച്ചത് വേറൊരാളെയുമാണ്. സ്നേഹത്തിനപ്പുറത്ത് മറ്റെന്തോ ഉണ്ട് എന്നതിൽ സംശയമില്ല. താൻ ആർക്കെതിരെയും ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നും സെൻകുമാർ പറയുന്നു. തൽക്കാലം ഒരു പാർട്ടിയിലേക്കുമില്ല. RSSനെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെയും താരതമ്യം ചെയ്യാനാകില്ല എന്ന സെൻകുമാറിന്റെ പരാമർശം വിവാദമായിരുന്നു. മുൻ പോലീസ് മേധാവി സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദ പ്രസ്താവന. മതതീവ്രവാദം എന്ന് പറയുമ്പോൾ RSS ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ പരാമർശം. ISഉം RSSും തമ്മിൽ ഒരു താരതമ്യവുമില്ല. ഒരു മുസ്ലിമിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ജിഹാദ് നടത്തിയേ പറ്റൂ എന്ന് പഠിപ്പിക്കുകയും ആ ജിഹാദ് എന്നത് മറ്റുള്ള മതക്കാരെ മുസ്ലിമാക്കുകയും അമുസ്ലിങ്ങളെ കൊന്നുകളയുകയുമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത് എന്നും സെൻകുമാർ പറഞ്ഞു. കേരളത്തിൽ മുസ്ലിം കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞ സെൻകുമാർ അതിൽ ആശങ്കയും പ്രകടിപ്പിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യാ ഘടന നോക്കിയാൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 മുസ്ലിം കുട്ടികളാണ് ജനിക്കുന്നത്. മുസ്ലിം ജനസംഖ്യ 27%. 54% ഹിന്ദുക്കളുടെ ജനനിരക്ക് 48% താഴെയാണ്. ഭാവിയിൽ വരാൻ പോകുന്നത് ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കുമെന്ന് ചോദിച്ച് സെൻകുമാർ ആശങ്കപ്പെട്ടിരുന്നു. സംഘപരിവാർ മുഖം വ്യക്തമാക്കിയ സെൻകുമാർ BJPയിലേക്ക് പോകുന്നതായും ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റ് സെൻകുമാറിനായി നീക്കിവെച്ചിരിക്കുകയാണെന്നുമുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലപാട് ആവർത്തിച്ച് സെൻകുമാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.